السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, നമ്മൾ സൂറത്തുൽ ഹാഖ 15 ആയത്ത് വരെ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത 3 ആയത്തുകൾ പഠിക്കാവുന്നതാണ്. പാഠം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية. يومئذ تعرضون لا تخفى منكم خافية. وانشقت السماء. വാവിൽ നിന്നും നേരെ സുക്കൂനുള്ള നൂനിലേക്ക്. ഇവിടെ ഒരു അലിഫ് കാണുന്നുണ്ട്, അത് ഉച്ചരിക്കരുത്. ഈ നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മൂക്കിൽ മറച്ച് മണിച്ച് വേണം ഉച്ചരിക്കാൻ. ഖാഫിനെ കട്ടിയാക്കണം, ഷദ്ദുണ്ട്. തായിൽ നിന്നും നേരെ സീനിലോട്ട് ഈ കാണുന്ന അലിഫോ ലാമോ ഉച്ചരിക്കരുത്. ഇവിടെ 4 5 അലിഫ് നീട്ടണം. മദ് മുത്തസിൽ. وانشقت السماء وانشقت السماء وانشقت السماء فهي يومئذ واهية. എന്ന് നീട്ടുകയോ യൗ എന്ന് കട്ടിയാക്കുകയോ ചെയ്യരുത്. ഹംസയാണ്, ഹംസ കസ്റ ഇ. തൻവീൻ യൗമഇദിൻ എന്നുച്ചരിക്കാതെ നേരെ വാവിലോട്ട് ചെന്ന് വാവിനെ കട്ടിയാക്കണം. യൗമഇദിൻ വാഹിയ. ഇത് ഹായാണ്. ഇത് ത, വട്ടത്തിലുള്ള ത. എന്നാൽ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് കൽക്കല ചെയ്യാതെ ഹ ആയി ഉച്ചരിച്ച് നിർത്തണം.
ഇതിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആ ഒരു വട്ടത്തിലെ തായെ സംബന്ധിച്ച് നിർത്തുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഇതിനെപ്പറ്റി പറഞ്ഞു വരികയാണ്. وانشقت السماء فهي يومئذ واهية. യൗമഇദ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ യൗമ ഫത്ഹ, മീം ഫത്ഹയ്ക്ക് ശേഷം ഹംസ കസ്റയാണ്. وانشقت السماء فهي يومئذ واهية. والملك വാവിൽ നിന്നും നേരെ ലാമിലോട്ട് ഈ കാണുന്ന അലിഫ് ഉച്ചരിക്കരുത്. على أرجائها റായെ മുഴപ്പിച്ച് മദ് മുത്തസിൽ 4 5 അലിഫ് ഇവിടെ നീട്ടണം. والملك على أرجائها ويحمل തൊണ്ടയുടെ നടുക്ക് നിന്നു. വയഹ്മിലു റായ മുഴപ്പിച്ച് വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും വാവ് സുക്കൂൻ. പെട്ടെന്ന് ഓതി പോകണം, മണിക്കുകയോ നീട്ടുകയോ ചെയ്യരുത്. ഫൗഖഹും യൗമഇദിൻ രണ്ടും ഒന്നാണ്, വ്യത്യാസം ശേഷമുള്ള വാക്കാണ്. യൗമഇദിൻ സമാനിയ യൗമഇദിൻ സമാനിയ ആവരുത്, സീനാകരുത്, സയാണ്. يومئذ ثمانية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية ഇവിടെയും യൗമഇദിൻ ശേഷമുള്ള വാക്കാണ് വ്യത്യാസം. യൗമഇദിൻ തുഅറദൂന ഇവിടെ യൗമഇദിൻ സമാനിയ ഇവിടെ ഇഖ്ഫാഇന്റെ നിയമമാണ്. ഈ തൻവീനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. ഇവിടെയും തൻവീനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. യൗമഇദിൻ തുഅറദൂന ഐൻ സുകൂൻ തൊണ്ടയുടെ നടുക്ക് നിന്നു. യൗമഇദിൻ തുഅറദൂന നാവിൻ്റെ അരികു ഭാഗം. يومئذ تعرضون لا تخفى വ്യക്തമായി ഉച്ചരിക്കണം. لا تخفى منكم സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കുക. ഇഖ്ഫാഇന്റെ നിയമമാണ്. ലാ തഖ്ഫാ മിൻകും
ഖാഫിയ ഖാ ഖാ ഖാഫിയ. ഈ മൂന്ന് ആയത്തുകളും ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനാണ്. അനുഗ്രഹീതമായ മാസമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. കഴിയുന്നത്രയും ഖുർആനുമായി ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കുക. അധികമായി ഖുർആനുമായി ബന്ധപ്പെടുക. ഖുർആൻ പാരായണം അത് ഇബാദത്താണ്. ഖുർആൻ കേൾക്കൽ ഇബാദത്താണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഖുർആനുമായി ബന്ധപ്പെടാൻ, അർത്ഥത്തോടുകൂടി വായിക്കാൻ, അതിൻ്റെ വ്യാഖ്യാനം വായിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമത്തെ മനസ്സിലാക്കാൻ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയണം. ഇത് ഖുർആനിൻ്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് വിശുദ്ധ റമദാനിൻ്റെ മാസം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഖുർആനുമായി ബന്ധപ്പെടുക. ഖുർആൻ ഖതം തീർക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് മാത്രം പോരാ. കാരണം ഖതം തീർക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതിൽ നിന്നും ഹിദായത്ത് ഉൾക്കൊള്ളണമെങ്കിൽ, ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ആ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത് എന്നും കൂടി നമ്മൾ പഠിക്കണം. അതിനുവേണ്ടിയാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ വായിക്കാൻ വേണ്ടി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ചുരുങ്ങിയത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാഠങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ ഒരായത്തായിരിക്കും, ചിലപ്പോൾ രണ്ടായത്തായിരിക്കും, ചിലപ്പോൾ മൂന്നായത്തായിരിക്കും. കുറഞ്ഞത് നമ്മൾ ആ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും നാം പഠിക്കുന്ന ഈ ആയത്തുകൾ, അതിൻ്റെ അർത്ഥം, മിക്കവാറും എല്ലാ വീടുകളിലും അർത്ഥമുള്ള ഖുർആനുണ്ട്. ഇല്ലാത്തവർ വാങ്ങിക്കണം. ആ ആയത്തുകളുടെ അർത്ഥം അതെന്താണ് അള്ളാഹു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരടി മുന്നോട്ട് പോയി വ്യാഖ്യാനമുള്ള, വിശദമായ വ്യാഖ്യാനമുള്ളതും ചുരുങ്ങിയ രീതിയിൽ വ്യാഖ്യാനമുള്ളതും ഒക്കെയായ ഖുർആൻ പരിഭാഷ, വ്യാഖ്യാനമൊക്കെ സുലഭമാണ്. അതൊക്കെ വാങ്ങിച്ച്
നാം മനസ്സിലാക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ പണം ചിലവാക്കേണ്ടത് ഈ മാർഗങ്ങളിലാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, ഇൽമിൻ്റെ മാർഗത്തിലാണ്, ഖുർആനിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.